ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം കുറേ ദിവസമായി നമ്മളിത് ചെയ്യണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് മാത്രമല്ല ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ വീട്ടിലേക്ക് വന്നെന്ന് പറഞ്ഞപ്പോൾ വീടിൻ്റെ ഹോം ടൂർ കാണിക്കുന്ന പറഞ്ഞിട്ട്. അപ്പോൾ അത് നമുക്കൊരു ഇതാണല്ലോ, കാണിക്കാനും സന്തോഷമാണ്, കാണാനും ഇഷ്ടമാണ്. അപ്പം നമ്മൾ ചില തിരക്കുകൾ കൊണ്ട് നമ്മൾ ഇത്തിരി ഡിലേ ആയിപ്പോയി. നമ്മൾ വന്നിട്ട് കുറേ ആഴ്ചയായി. അപ്പം ഇപ്പോഴാണ് നമ്മളൊന്ന് സെറ്റായത് കേട്ടോ. അതാണ് അത് കാണിക്കാൻ. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു, അപ്പം നമുക്ക് എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല അല്ലേ? അതെ. അപ്പം നമ്മളിന്ന് നമ്മുടെ ഹോം ടൂർ കാണിക്കാൻ പോകാൻ പറ്റിയത് നമ്മുടെ വീടല്ല, നമ്മുടെ വാടകയ്ക്ക് ഉള്ള നമ്മുടെ വീടാണ്. നമ്മുടെ വീട് നമ്മൾ കരുതുന്നു അല്ലേ? നമ്മുടെ വീട് നമ്മളങ്ങ് കരുതുന്നു. നമ്മുടെ വീടാണ്. നമ്മൾ താമസിക്കുന്നിടത്തോളം കാലം നമ്മളാണ് ഇല്ല. നമുക്ക് ഇനി അടുത്ത ഹോം ടൂർ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നാവട്ടെ അല്ലേ? അതെ, അങ്ങനെ ആഗ്രഹിക്കുന്നു. ഒത്തിരി പേര് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക്. അപ്പം എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു, നിങ്ങൾ എത്രയും വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് അത് തന്നെ സോറി. അപ്പം നമ്മുടെ തിരക്കുകൾ കൊണ്ടാണ്. എന്തായാലും ഇന്ന് നമ്മുടെ ഹോം ടൂർ കാണിക്കാൻ വേണ്ടിയിട്ട് ഉറക്കമൊക്കെ എഴുന്നേറ്റ് നമ്മുടെ ആവക്കുട്ടനും കൂടെ ഉണ്ട്. നല്ല കാറ്റുണ്ട്. അപ്പോൾ പുറത്ത് നിന്ന് എടുക്കുമ്പോൾ അത്രയും എന്തൊരു ഡിസ്റ്റർബൻസ് കാണുമായിരിക്കും കേട്ടോ, അറിയത്തില്ല. അപ്പം നമുക്ക് ഹോം ടൂറിലേക്ക് പോയാലോ? ഓക്കെ, നമ്മുടെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടെന്ന് പറയുന്നത്. നമ്മുടെ വീടിൻ്റെ രണ്ടാമത്തെ നിലയാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് കയറി വരാനുള്ള സ്റ്റെപ്പാണ് കേട്ടോ ഇതിങ്ങനെ താഴേക്കുണ്ട്. നമ്മുടെ ചെടിയൊക്കെ നമ്മൾ താഴെയാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു മെയിനായിട്ടുള്ള വലിയൊരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതെന്തിനുള്ളതാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ. ഇവിടെ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് ഈ ജനൽ നനയാതിരിക്കാനും വെയിൽ കൊള്ളാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നമ്മുടെ മുറ്റം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മൾ ആവക്കുട്ടൻ്റെ ബെഡ് നമ്മൾ ഉണങ്ങാനിട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെയും കുറേ സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ഫ്രണ്ട് വശം ശരിക്കും കണ്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി, കാണിക്കാൻ ഞാൻ. ഇതാണ് കേട്ടോ, ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം. നിങ്ങൾ വിചാരിച്ചത്രയും ഇതുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് സിറ്റ് ഔട്ട്. ആവട്ടൻ ഉറക്കം വന്നിട്ടാണെന്ന് തോന്നുന്നു, അവൾ വഴക്കുണ്ടാക്കുന്നു. ഞാൻ പോയിട്ടോ. ഇവിടെ 2 കസേരയൊക്കെ ഞാനിതാ വീഡിയോയിൽ. ഇനി ഇതാണ് കേട്ടോ, ഇത്രേ ഉള്ളൂ നമ്മുടെ സിറ്റ് ഔട്ട്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നാണ് കേട്ടോ ഒരു ഈശോയുടെ ഒരു രൂപം. അപ്പോൾ ഞാൻ തുറക്കും മുന്നേ വാതിൽ തന്നെ തുറന്നു പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ആവട്ടൻ പുറകിൽ ഇരുന്ന് ചിരിക്കുകയാണ്, ഭയങ്കര ചിരിക്കുകയാണ് കേട്ടോ. എന്താ അറിഞ്ഞിട്ടാ ചിരിക്കുന്നേ? എന്താ? അപ്പം ഇതാണ് നമ്മുടെ വീട്. ഹലോ, ലൈറ്റ് ഇട്ടില്ല. ഓക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാള്. കയറി വരും. റെക്കോർഡ് ആവുന്നുണ്ടോ? നമ്മൾ പുതിയതായിട്ട് മേടിച്ച നമ്മുടെ സോഫ സെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ, ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ, ഇതാണ് നമ്മൾ മേടിച്ചതാണ്. ഇവിടെ ഓൾറെഡി ഒരെണ്ണം കിടപ്പുണ്ടായിരുന്നു, അത് അവരെടുത്ത് കൊണ്ടുപോയി. പിന്നെ അപ്പം നമുക്ക് എന്തായാലും ഒരെണ്ണം വാങ്ങണമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇരിക്കാനായിട്ട് ഇവിടെ സൗകര്യം, ഇവിടെ നല്ല ഫ്ലാറ്റിലൊട്ടും ഇല്ലായിരുന്നു, നമുക്ക് കസേര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചതാണ് ഈ സോഫ സെറ്റ്. പിന്നെ ഇവിടെ ജനലെന്ന് പറയുമ്പോൾ ഈ ജനൽ ഇങ്ങനെയാണ് കേട്ടോ. ആവട്ടെ, കൊള്ളാം ഓടി. ഓക്കെ, സെറ്റ്. ഇതാണ് നമ്മുടെ ഹാളിലത്തെ ജനൽ കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ ഫോട്ടോ നമ്മൾ വെച്ചിട്ടുണ്ട്. എവിടെ അച്ഛൻ എന്തോന്നും സംസാരിക്കാത്ത? ഇവിടെ 1-2 ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ഫോട്ടോസൊക്കെ വെച്ചു. ഇവിടെ ലൈറ്റും കാര്യങ്ങളും. ഇവിടെ നമ്മുടെ ഇവിടെ രൂപക്കൂടില്ല കേട്ടോ. നമ്മുടെ രൂപം വെക്കാനായിട്ട് ഒരു സംഭവം അങ്ങനെ ഇല്ല. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നമ്മുടെ രൂപം വെച്ചു. അപ്പം ഇതിവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് അപ്പം ഇനി അവിടെ നിങ്ങൾ കാണിച്ചത് നമ്മുടെ ഹാള്. വീടല്ലേ? അപ്പം ഇതാണ് ഹാള്. വെട്ടമുണ്ടോ സാർ? അപ്പം ഇതാണ് നമ്മുടെ ഹോളിൻ്റെ ഇവിടെ നമ്മുടെ വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു സ്റ്റോറേജ് പോലൊരു സംഭവം ഉണ്ടല്ലേ? ശരിക്കും ഇത് ഇൻവെർട്ടറൊക്കെ വെക്കുന്നതാണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ പറഞ്ഞു. നമ്മളിവിടെ തൽക്കാലം നമുക്ക് ഇൻവേർട്ടറൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ നമ്മുടെ ട്രോളി കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാത്ത കുറച്ച് സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കാണിക്കണ്ടല്ലോ, ഇത് എന്തായിട്ടിരിക്കും കാണിക്കണ്ട. പിന്നെ ഇവിടെ
ഇവിടെ വേണമെങ്കിൽ നമുക്ക് രൂപക്കൂട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ ബൈബിള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. പിന്നെ ആ ശരി, അങ്ങനെയാന്ന് തോന്നുന്നു അല്ലേ ഇവിടെ, കാരണം പ്ലഗ് പോയിന്റ് ഒക്കെ ഉണ്ട്. പിന്നെ ആവുട്ടന്റെ ഒരു പീക്കി ഇവിടെ ഉണ്ട്. ഒരു റൂമാണ് കേട്ടോ ഇത്. നമ്മുടെ റിംഗ് ലൈറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ചെറിയ റൂം, മറ്റേതിനെ അപേക്ഷിച്ച് ചെറുത് അല്ലേ. ഇതാണ് നമ്മുടെ റൂം. നല്ല സ്പേസ് ഉണ്ട്. മറ്റേനെ വെച്ചിട്ട് ചെറിയ റൂം അല്ലേ. 2 റൂമിലും 2 ജനലുണ്ട് കേട്ടോ. 2 റൂമിലും 2 ജനലുണ്ട്. 2 അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് ഇവിടെ. ഇത് നമ്മുടെ കട്ടിലല്ല കേട്ടോ, ഇത് നമ്മുടെ ഓണറിന്റെ കട്ടിലാണ് അല്ലേ. നമ്മുടെ ഓണറിന്റെ കട്ടിലാണ്. നമ്മുടേതെന്ന് പറഞ്ഞാൽ ഈ ബെഡ് നമ്മുടെയാണ്. അപ്പം അവരിവിടെ ഇട്ടിച്ച് പോയതാണ് കേട്ടോ. ഇടണമെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞ് ഇട്ടാലിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് പറഞ്ഞപ്പോൾ അവർ ഇട്ടിട്ടു. അതെ, ഇത് അതായത് കണ്ടോ ഇങ്ങനെ നമ്മൾ രാത്രിയിലൊക്കെ നമ്മൾ ആവക്കുട്ടിക്ക് മറ്റേ ചെറിയ ലൈറ്റ് ആയിരുന്നു കേട്ടോ സെറ്റ് ചെയ്തിരുന്നത്. ഇല്ല, നല്ല വെട്ടവാ ഇതിന്, ഭയങ്കര വെട്ടവാ. അങ്ങനെ ആയിരിക്കും അല്ലേ അതിന്റെ ഒരു ന്യൂസ്. നമ്മുടെ മറ്റേ ഫാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് നമുക്ക് 2 ഫാൻ വേണം. ചില സമയത്ത് നമുക്ക് സൗണ്ട് കേട്ട് എണീക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ചുമ്മാ എങ്ങോട്ടെങ്കിലൊക്കെ ഓണാക്കി വെക്കും ഞാൻ ചിലപ്പം കേട്ടോ. അപ്പം സൗണ്ട് കേട്ട് ഡിസ്റ്റർബ് ആകണ്ട, ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചാൽ റെക്കോർഡ് ആവുന്നില്ല. നമ്മള് ഫോട്ടോ ഉണ്ട് കേട്ടോ അവിടെ. അത് അവൾക്ക് ആ ഫോട്ടോ കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. കാണുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഭയങ്കര ചിരിച്ച്. നമ്മുടെ ഫ്ലാറ്റിലെന്ന് പറയുമ്പോൾ ഇത് ഇച്ചിരി താഴെയായിരുന്നു നമ്മൾ വെച്ചിരുന്നത്. ഇതിപ്പോൾ ഇവിടുത്തെ ഈ സംഭവം മേളിലായതുകൊണ്ട് അവൾക്ക് നോട്ടം അത്ര പെട്ടെന്ന് എത്തില്ല. എന്നാലും നോക്കി കാണുമ്പോൾ ഭയങ്കര ശരിയാണ് കേട്ടോ. ഇനി നമ്മുടെ ബാത്റൂം, ഇതാണ് നമ്മുടെ ബാത്റൂം. ഈ സംഭവം ഏതില് ഇത് മിററ്. നമ്മുടെ ഫ്ലാറ്റിൽ നമുക്ക് മിററേ ഇല്ലായിരുന്നു. ആകെ ഒരു കുഞ്ഞു കണ്ണാടിയായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നിട്ട് അതിനകത്ത് ഞങ്ങൾ തമ്മിൽ നോക്കാൻ അടിയാണ്. അച്ഛ പൊക്കി വെക്കും, ഞാൻ താത്തു വെക്കും. എനിക്ക് കാണാനേ പറ്റത്തില്ലായിരുന്നു. പിന്നെ നമുക്ക് മോൻ നോക്കണേ നമ്മൾ ഫ്രണ്ടിലത്തെ ജനലിലേക്ക് അവിടെ പോയി നിന്നിട്ടായിരുന്നു കേട്ടോ നോക്കണേ. അപ്പൊ ഇതാണ് ബാത്റൂമൊക്കെ ഇത്രയൊക്കെ കാണാൻ ഉള്ളൂ, മതിയല്ലോ അല്ലേ. അപ്പം ഈ ഒരു റൂം ഇത്രയേ ഉള്ളൂ അല്ലേ. അടുത്ത റൂമിലേക്ക് പോകാം. എല്ലാത്തിനകത്തും ഇതൊരു ലൈറ്റ് പിടിപ്പിക്കാൻ AC-ക്കുള്ള സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ എയർ ഹോളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് പിടിപ്പിക്കാനുള്ള സംഭവം അല്ലേ. ഇല്ല, 2 ലൈറ്റ് ഉണ്ട്. കമോൺ, അടുത്ത നമ്മുടെ ബെഡ്റൂം ഇതാണ്. ഇതിലാണ് ഇപ്പോൾ നമ്മൾ കിടക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. എന്നത് നമ്മളെ പിടിക്കണോ? അയ്യോ സന്തോഷം. എന്നപ്പാ. അപ്പൊ ഇതാണ് നമ്മുടെ ബെഡ്റൂം. നമ്മള് പറയാനുള്ള കാരണം, ചെറിയ റൂമാണെന്ന് പറയാനുള്ള കാരണം ഈ ബെഡ്റൂമിനെ അപേക്ഷിച്ചാണ് കേട്ടോ. ഇത് നല്ല സ്പേസ് ഉണ്ട്. ഭയങ്കര വലുതാണ്. ഈ കട്ടിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അത്യാവശ്യം നല്ല വലിയ കട്ടില. നല്ല ഫാമിലി കോട്ടാണ്. സൈസ് ബെഡാണ് സംഭവം. എന്നാലും 3 പേർക്ക് സുഖമായിട്ട് കിടങ്ങാൻ പറ്റുന്ന ഒരു ബെഡാണ്. അപ്പം ഞങ്ങൾ ആ റൂം ചെറുതാണെന്ന് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, ഈ റൂമിനെ അപേക്ഷിച്ച് ചെറുത് മാത്രമേ. ഇവിടെ ഏതാ 2 ജനലുണ്ട്. ഞാൻ അവളെ പിടിക്കാത്ത സാ ബാ കുഞ്ഞുമണി. അവൾ അതേലായിട്ടാണ് നോട്ടം തന്നെ. അവിടെ നമ്മുടെ മൈക്കിന്റെ പൊസിഷൻ ഒന്ന് മാറ്റി നമ്മൾ. അവൾക്കൊരു കൗതുകം പിടിക്കാൻ. അപ്പം പിന്നെ അലമാര, നമ്മുടെ അമ്പിളി ചേച്ചി തന്ന ഫോട്ടോ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇനിയുണ്ട് നമ്മുടെ പ്ലേ ബട്ടന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ അതൊന്നും നമ്മൾ വെക്കാൻ നമുക്ക് സ്ഥലം ഇല്ല ഇപ്പം നിലവിൽ അല്ലേ. അതുകൊണ്ട് നമ്മൾ തൂക്കിയിട്ടില്ല. അപ്പം ഇതാണ് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ കർട്ടനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇത് പിന്നെ അവളുടെ തൊട്ടിയുടെ കമ്പിയാണ്. തൊട്ടി നമ്മൾ കഴുകിയിട്ടു അല്ലേ. തൊട്ടിൽ നമ്മൾ കഴുകിയിട്ടു. തൊട്ടി അതെ. ഊട്ടി പിടിക്കല്ലേ. ഇതാണ് ഒരു ബാത്റൂം. ഫാനും ഉണ്ട് കേട്ടോ എല്ലാ ബാത്റൂമിലും. 2നും 2 സ്വിച്ചാണ് വീട്ടിൽ. പക്ഷേ
ലൈറ്റ് ഇടുമ്പോൾ തന്നെ ഫാനും കൂടെ ഓൺ ആവും. ഫാൻ നമുക്ക് വേണമെങ്കിൽ ഓൺ ആക്കിയാൽ മതി എന്നുള്ള രീതിയിൽ ഉള്ള സ്വിച്ച് സംഭവങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ അടുത്ത ബാത്റൂം. ഇതാണ് നമ്മുടെ അടുത്ത ബാത്റൂം. നെക്സ്റ്റ് ബാത്റൂമാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കണ്ണാടി നോക്കാനും ഈ ഒരു ഇത് സംഭവം ഭയങ്കര ഇഷ്ടമാണ്. തത്തമ്മേനെയും മയിലിനെയൊക്കെ ഭയങ്കര ഇഷ്ടം. കളർഫുൾ ആണല്ലോ. അപ്പം റൂം ഇത്രേ ഉള്ളൂ. നമുക്കിവിടെ ഉള്ളത് 2 ബാത്റൂം. ശരിയാ. നമ്മൾ പറഞ്ഞ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് ഒരു ഹാൾ, സിറ്റ് ഔട്ട് ഉണ്ട്, ഹാളുണ്ട്, 2 റൂം, കിച്ചൺ, ഒരു വർക്ക് ഏരിയ അല്ലേ. പിന്നെ അതുപോലെ ഒരു സ്റ്റോറേജ് സ്പേസ് സംഭവമുണ്ട്. ഇതുണ്ട് പിന്നെ ഡൈനിങ് അല്ലേ. അതായത് തുറന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നത്. ഓക്കെ, വരൂ. ഇവിടെ ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ ഈ ഒരു സംഭവം. അതായത് ഇതൊരു ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ നമ്മുടെ ആസ്ഥാന ഡൈനിങ് ടേബിൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. പുതിയതും വലിയ ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസില്ല. അപ്പം നമുക്ക് ഇവിടെ നടക്കാനുള്ള ഒരു സംഭവം പോകും. അതുകൊണ്ട് നമ്മൾ ഡൈനിങ് ടേബിൾ മേടിയിൽ തൽക്കാലം വേണ്ടെന്ന് വെച്ചാൽ എന്നിട്ടാ അപ്പഴ എടുപ്പോ. അപ്പം ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. പിന്നെ ഇവിടെ വാഷ് ബേസിൻ, അവിടെ നല്ല അടിപൊളിയായിട്ടൊരു കളർഫുൾ അങ്ങനെ നമ്മുടെ പേസ്റ്റ് മെഷീൻ. നമുക്ക് എല്ലാ സംഭവം ഒതുക്കി വെക്കാനുള്ള ഒരു സംഭവം ഉണ്ട് അല്ലേ. ഒരു മിററുണ്ട്. ഇവിടെ ഒരു ജനലുണ്ട്. ഈ ജനലിൽ മാത്രം കട്ടുന്നില്ല. നമ്മുടെ ഫ്രിഡ്ജ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് കിച്ചൺ. ഇതാണ് കിച്ചൺ. കിച്ചണിന് ഈ സൈഡ് ഫുള്ള് അടിയിലെല്ലാം നമുക്ക് സോറി. അപ്പം ഇതാണ് എന്നാ വെച്ചാൽ ഇതിന് കറണ്ട് പോയി. നമ്മുടെ ഇതിന് ഇതില്ല, എന്താ പറയാ, കബോർഡ് ഡോർ ഇതൊന്നും വെച്ചിട്ടില്ല, തുറന്നടയ്ക്കാൻ അങ്ങനെയില്ല, എല്ലാം ഓപ്പൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സൈഡിൽ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ ആര് വന്നാലും പെട്ടെന്ന് കാണില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പാത്രങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ വേറൊന്നും ഇല്ല അല്ലേ. ഇതിങ്ങനെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇത്രയും സിങ്ക് ഇത്രയും ഉള്ളതുകൊണ്ട്, സിങ്ക് എന്നാണ് പറയുക എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും സംഭവങ്ങളുണ്ട്. അറിയില്ല കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ അല്ലേ. കിച്ചൺ പ്ലസ് ഡൈനിങ്, ഓപ്പൺ കിച്ചൺ ആണ്. നമ്മൾ വലിയ വലിയ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാം സെറ്റപ്പായിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ. പിന്നെ നമ്മുടെ വർക്ക് ഏരിയ, ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. ഇവിടെ നമ്മുടെ കുറച്ച് അൽക്കുൽ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കുറച്ച് അൽക്കുലത്ത് സാധനങ്ങൾ, അതായത് തുണികൾ പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ചുറ്റും വീടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇത്രയും കാണിച്ചാൽ മതി അല്ലേ. അല്ലെങ്കിൽ വീടുകളുടെയൊക്കെ ഫോട്ടോ വീഡിയോ വന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട് എന്ന് പറയുന്നത്. നമ്മുടെ ഫ്ലാറ്റിനെ അപേക്ഷിച്ച് ഒരുപാട് സൗകര്യങ്ങളുണ്ട് അല്ലേ. ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമുക്കിന്ന് സിറ്റൗട്ടിൽ പോയി സംസാരിച്ചാലോ. ബാക്കി കറണ്ട് പോയിട്ട് നമ്മൾ പുറത്തോട്ട് കറണ്ട് പോയി. അപ്പോൾ നമ്മൾ ബാക്കി പുറത്തിരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ചെറിയ വീട് കേട്ടോ. നമ്മൾ കുറേ നാൾ അന്വേഷിച്ച് നമ്മൾ കണ്ടുപിടിച്ചത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത. പറഞ്ഞാണ് സംസാരിക്കണ്ട കുഞ്ഞാമ്പൈ. പറ. അതെ, ഇതാണ് നമ്മുടെ ഒരു ഹോം ടൂർ എന്ന് പറയുന്നത്. നമ്മുടെ വീടല്ല, പക്ഷെ നിങ്ങളെല്ലാവരും കാണിക്കണം, പുതിയ വീട് കാണിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കാണിച്ചതാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് എന്താ പറയുക, നമുക്കൊരു നമുക്ക് അങ്ങനെ തോന്നില്ല കേട്ടോ നമുക്കിതാന്നുള്ളത്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ആര് വന്നാലും ഇപ്പം നിൽക്കാനുള്ള സൗകര്യമുണ്ട്, ഓടി നടക്കാനുള്ള സൗകര്യമുണ്ട്, ചാടിത്തുള്ളാനുള്ള സൗകര്യമുണ്ട്, എല്ലാത്തിനും സൗകര്യമുണ്ട്. ഞങ്ങളുടെ ആവട്ടം വലുതാകുമ്പോൾ ആവട്ടൊരു വണ്ടി ഇന്ന് എന്നാന്ന് അറിയത്തില്ല കേട്ടോ, ഭയങ്കര വർത്താന.
എല്ലാവരോടും ആൻറ്റിമാർ കൊച്ചിനെ ഇഷ്ടപ്പെടുന്ന ആ മൈക്ക് വേണ്ട കുഞ്ഞു, കൊച്ചിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ഇത് പറഞ്ഞേ, എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചേ. അപ്പം മൈക്ക് എടുക്കാനാണേ. എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചേ. ആ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് പുതിയ വീട്ടിലെ പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.